എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. എന്തുണ്ട് വിശേഷം? മെറി ക്രിസ്മസ്. ഒത്തിരി നാളായല്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഇത് കണ്ടോ ഞാൻ ഈ മട്ടൺ വിഭവങ്ങളൊന്നും വലിയ ഇതൊന്നും അല്ല കേട്ടോ. പക്ഷെ മട്ടൺ സ്റ്റൂ ആണ് രാവിലെ ഉണ്ടാക്കുന്നത് ക്രിസ്മസിൻ്റെ അന്ന്. സോ രണ്ടാമത്തെ പാലിൽ തേങ്ങയുടെ രണ്ടാമത്തെ പാലിൽ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വരട്ടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. മട്ടൺ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട്. എനിക്ക് വേറൊന്നുമില്ല വ്ളോഗ് ഇടാത്തത്. നമ്മൾക്ക് പൊടി കാരണം നമുക്കെല്ലാവർക്കും വീട്ടിൽ അലർജിയാണ് കേട്ടോ. പൊടി കാരണം വേറൊന്നുമല്ല, റോഡ് പണി നടക്കുകയാണ്. ഈ ജന്മത്ത് തീരുന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. ഒരു വർഷമായി തോന്നുന്നു എല്ലാം കൂടെ തുടങ്ങിയിട്ട്. ഇപ്പോൾ കുറച്ച് മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട്. അത് കാരണം ഇവിടെ വീടിനകം മൊത്തം പൊടി തുടച്ച് എനിക്ക് മതിയായി, ഷെബീസിന് മതിയായി. അങ്ങനെ എനിക്ക് ചുമയായി. അങ്ങനെയാണ് നമുക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റാത്തത് കേട്ടോ. മട്ടൺ വെന്തൊന്നും അറിയത്തില്ല. അങ്ങനെയല്ല, നല്ല വേവുള്ള മട്ടണാണെന്ന് അറിയില്ല. ഷെബി മേടിച്ചോണ്ട് വന്നതാണ്. കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അയ്യോ വീണ അപ്പുറത്ത് ഇല്ല. മട്ടൺ കുറച്ച് മുറിച്ച് ഇടണമായിരുന്നു അല്ലേ ഷെബി? മട്ടൺ ബിരിയാണിയാണ് മേടിച്ചത്. കണ്ടോ ഇപ്പം കഷ്ണം കുറവ് സ്റ്റൂവിലെ. അല്ല, ഞാൻ മുറിച്ച സൈസ് വലുതാണ്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി കുറച്ച് വിനാഗിരി ഉണ്ടായിരുന്നേ, ആ വിനാഗിരിയും കൂടി എടുത്തിട്ടാണ് വേവിച്ചത്. കുറച്ചൊഴിച്ചിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട്. കുറച്ച് കുരുമുളക് പൊടി, വേറൊന്നും ഇല്ലല്ലോ. നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ എൻ്റെ എരിവ്. കൊള്ളാം, നല്ല എരി. കരങ്ങനെ വേണോ? ഇത് നമ്മളെന്തോന്നാണ്? അയ്യോ ചുമകാരനൊക്കെ പറഞ്ഞ് തേങ്ങാപ്പാലല്ല, കാഷ്നട്ട് അങ്ങനെ. നമ്മൾ ലാസ്റ്റ് ഒന്നാം പാൽ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് നമുക്ക് ഇങ്ങനെ കറക്കിയെടുക്കാം. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കട്ട്, സമയമായി 9 മണിയായി. അപ്പോൾ വരും എല്ലാവരും. ഇങ്ങനെ ലാസ്റ്റ് അതിനെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത്രയും മതി എന്ന് തോന്നും. മട്ടൺ വേവിച്ച് ഇതിനകത്തുനിന്ന് സ്റ്റീം വരുമ്പം ആ സ്റ്റീമിനകത്തുനിന്ന് മട്ടൻ്റെ മണം ഉണ്ടാവുമേ. ആ മട്ടൻ്റെ മണത്തിൽ വേവിച്ച പുട്ട്. തരിതരുത്ത മാവാണേ. എനിക്ക് കുറച്ച് തരിതരിപ്പ് കുറവാണ് ഇഷ്ടം. പക്ഷെ തരിതരിപ്പ് വേണം, എന്നാലും ഇത് ഒരുപാട് തരിതരിപ്പായി പോയി. തരിതരിപ്പിൻ്റെ പൂര കുഴപ്പമില്ല. ഇവിടെ എല്ലാവർക്കും അതാ ഇഷ്ടം പുട്ട്. ഇങ്ങനെ തരിതരുത്ത പുട്ടില്ലേ അത്. പുട്ട് വളരെ എളുപ്പമാണ്. എടാ അപ്പത്തിൻ്റെ മാവ് മേടിക്കാൻ പറയാൻ മറന്നു പോയി. ഒന്നും ഞാൻ പറഞ്ഞില്ല സത്യം. അതിന് വേണ്ടിട്ട് ഇനി ഒരു കല്ല് കുറച്ച് കുറയണം. ഇത്രയും തരിതരിപ്പ് വേണ്ട. പക്ഷെ പെട്ടെന്ന് കുഴയ്ക്കാൻ പറ്റും. ഉണ്ടാ പെട്ടെന്ന് ഇത് കുഴയും. തേങ്ങാപ്പാലിൽ കുഴച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒട്ടിപ്പിടിക്കില്ല തേങ്ങാപ്പാൽ. ഇത് അരി വേറെ. തേങ്ങാപ്പാലിൽ ഈ പുട്ടുപൊടി കുഴയ്ക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡിയാണ്. ഷെബീസിനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ. വാ ഷെബീസ്, ലൈറ്റിങ് ഇതാ നിക്കേ. ഒന്നാതെ പാവത്തിന്റെ കൈ ഇന്നലെ പൊള്ളി കേട്ടോ. ഒഴിച്ചിട്ട് കൊള്ളാമോ? ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച്. ഇനി തേങ്ങാപ്പാൽ ഇല്ല എന്ന് പറഞ്ഞ് ഇതാവണ്ട. ഇതാണ് മട്ടൺ സ്റ്റൂ. ഇതൊന്നും മിണ്ടരുത്, ആരും ഒന്നും മിണ്ടരുത്. ഇതാണ് മട്ടൺ സ്റ്റൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നിന്റെ മട്ടൺ സ്റ്റൂ. പിന്നെ അല്ലാണ്ട് ക്രീമി ആവണ്ടേ? കാര്യം ഇത് മട്ടന്റെ സ്റ്റൂ എന്ന് പറഞ്ഞാൽ ക്രീമി. നല്ല എരിവുണ്ട്, നല്ല കുരുമുളക്. ഈ തണുപ്പത്ത് പറ്റിയതാണ്. ഇനി ഇതിൽ ആവി വരട്ട്. നമുക്ക് പോവാം. ആ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കാം. ചായ ഇടട്ടെ അച്ഛനും അമ്മയ്ക്കും. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇനി ഉച്ചക്കത്തെ കലാപരിപാടി ബാക്കി കിടക്കുകയാണ്. ബിരിയാണി. പക്ഷെ കൈമാരി ഇല്ല, പഴയ കൈമാരിയാണ് ഇരിക്കുന്നത്. അത് ഞാൻ കഴുകി തുളച്ച് തരും. ഞാൻ മേടിച്ചുതരാം. വേണ്ട, ഈ ക്രിസ്മസിന്റെ അന്ന് എവിടെ ഇരിക്കുന്നത് കട? അല്ല, കൈമാരി പഴയതാണ്. പക്ഷെ നമുക്ക് കഴുകിയെടുക്കാം. കളയാൻ പാടില്ല. പഴയതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 2 മാസം. കൈമാരി എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ ഒന്നും മേടിപ്പിച്ചില്ലടാ. മട്ടൻ മാത്രം മേടിപ്പിച്ച്. ഇനിയിപ്പോ ഈ പുതിയ അരി മേടിക്കണം, കൈമാരി മേടിക്കാം അല്ലേ? അതാണ് എന്റെ കുഴപ്പം. മേടിച്ചു വെക്കും, ഒന്നും ഉണ്ടാക്കൂല. സ്ഥലം അത് ഇരുന്നിരുന്നെടുത്ത് കളയും. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചെയ്യണത്? ചെയ്യാൻ പാടില്ല, തെറ്റാണ്. കാര്യം നമ്മളവിടെ ബിരിയാണി ഒന്നും ഉണ്ടാക്കൂലേ. ഇതാണ്ട ഈ അരിയും ഉണ്ട്. പുട്ട് കിടന്ന് വിളിക്കുകയാണ് ഷെബീസിനെ. മട്ടൻ പുട്ട്. അയ്യോ, നേരത്തെ കറക്റ്റായിട്ട് ഇരുന്നേടാ, പൊട്ടിപ്പോയി. അയ്യോ, നേരത്തെ കറക്റ്റ് ഷേപ്പിൽ ഇരുന്നതാണ്. ഇപ്പൊ അത് പൊട്ടിപ്പോയി. സാരമില്ല, പുട്ടല്ലേ, പുട്ടാകുമ്പോ പൊട്ടി എന്നൊക്കെ ഇരിക്കും. നമുക്ക് ആദ്യം കഴിക്കാം. മിത്ത് മട്ടൺ എടുക്കട്ടെ? നടുക്കൊഴിക്കണോ അതോ എവിടെയും ഒഴിക്കടി? മതി, കൂടുതൽ പറയണ്ട. ചെറിയ കഷ്ടം തരാം മക്കൾ, അത് വെച്ച് കഴിച്ചാൽ മതി. മുഖം
ഓ അതിനിപ്പോ പറയാനുണ്ടോ? നിന്റെ അത്ര ഇല്ല അല്ലേ? മതി, ഇതിന് വേണ്ടി കോമഡി അടിക്കണ്ട. കാണാൻ ഞാൻ സുന്ദരനാണെങ്കിൽ നീ അത്ര വിരൂപിയല്ല. ഇതൊരു ദുഷ്ടനാണ് ഈ പറയണത്. കിട്ടും, കമന്റ്സിൽ കിട്ടും. എങ്ങനെയുണ്ട് ഷെബി? ഒരു കാര്യം ഈ മനുഷ്യൻ നല്ല രീതിയിൽ പറയും. നല്ലത്, ആ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറയില്ല, ഞാനിതിങ്ങനെ കഴിക്കുമ്പോ ഞാനിതിങ്ങനെ ആസ്വദിക്കും, കഴിക്കണത് ആസ്വദിക്കും. ഞാനിപ്പോ സൂപ്പർ ആണ്. ഇത് വീഡിയോ എടുക്കാൻ കൂടുതൽ ആസ്വദിക്കണ്ട, ഇങ്ങോട്ട് സംസാരിക്കും. എന്റെ അമ്മ നമ്മൾ ഇങ്ങനെയായിട്ടാണ് സംസാരിക്കണത്. തിരിച്ചിടുക. തേങ്ങാപ്പാലൊക്കെ കറക്റ്റ് ആയി, മട്ടനൊക്കെ നല്ല കുറുകുറായി. മുട്ട കുറുകുറല്ല, മട്ടൻ നല്ല സോഫ്റ്റ് ആണ്. നല്ല മട്ടൻ നല്ല സോഫ്റ്റ് ആണ്. ലൈറ്റ് ഇതിലേക്കാണ്. ഓ സോറി. എന്നാ അതിന് നമുക്ക് ബാക്കി. അപ്പൊ എല്ലാവർക്കും മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്.